ഒരു ഷോയിലൂടെ അവർക്ക് എങ്ങനെയും പോർട്രേറ്റ് ചെയ്യാം. അത് കാണുന്ന ജനത്തിന് മനസ്സിലാകും അത് എന്താണ് ഏതാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം ജനതയ്ക്കുണ്ട്. ഞാൻ അതിനെക്കുറിച്ചല്ല പറഞ്ഞത്. ഈ സീസണിലേക്ക് ആൾക്കാരെ സെലക്ട് ചെയ്യുന്ന സമയത്ത് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് ഉപയോഗിക്കുന്നു, ശാരീരികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് ഉപയോഗിക്കുന്നു, സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റു മത്സരാർത്ഥികൾക്കെതിരെ ക്രൂരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു. അതിൽ ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പം ഈ സിബിന്റെ കാര്യങ്ങളൊക്കെ തന്നെ സിബിൻ നിങ്ങളോട് വളരെ കൃത്യമായിട്ട് പറയും. സിബിൻ എന്നോടത് പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ ഞാൻ എന്തായാലും തുറന്നു പറയും. പക്ഷെ അവന് ശമ്പളം കൊടുത്തിട്ടില്ല. അവൻ 14-15 ദിവസം അവൻ അത്രയ്ക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള പയ്യനൊന്നുമല്ല. ഇത് ചോദിച്ചാൽ വിചാരിക്കും എന്റെ ജീവിതത്തിൽ ഞാൻ സിബിനെ കണ്ടിട്ടില്ല, ഞാൻ സിബിനും തമ്മിൽ എന്തോ ആത്മബന്ധം ഉണ്ടെന്നാണോ നിങ്ങളുടെ വിചാരം? എന്റെ ജീവിതത്തിൽ ഞാൻ സിബിനെ കണ്ടിട്ടില്ല. എന്റെ സ്വഭാവം ബിഗ് ബോസ് കണ്ടിട്ടുള്ള നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ അനിയൻ മിഥുന് പുറത്ത് വലിയ നെഗറ്റീവ് ഉണ്ടാകുന്നു. അനിയൻ മിഥുനെ എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തി സംസാരിക്കുന്നു. അപ്പം അനിയൻ മിഥുനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ഒരാളാണ് ഞാൻ. അതെന്തുകൊണ്ടാണ്? ഒരാളെ ഒറ്റപ്പെടുത്തി കടന്നാക്രമിക്കുന്ന സമയത്ത് ശരികൾക്കൊപ്പം മാത്രമേ അയാളുടെ തെറ്റുകളെ നമുക്ക് എതിർക്കാം. അതേപോലെ തന്നെ സിബിനെ എനിക്കറിയില്ല, സിബിനെ കുറിച്ചിട്ട് ഒന്നും അറിയില്ല. ഞാൻ സിബിനെതിരെ, അതായത് സിബിനെ ലാലേട്ടന്റെ പറച്ചിൽ കേട്ട് വരണ്ടിറങ്ങി പോയവനാണോ സിബിൻ എന്ന് ചോദിച്ചിട്ട് ഞാൻ സിബിനെതിരെ സംസാരിച്ചിട്ടാണ് കഴിഞ്ഞ ലൈവിൽ ആദ്യം ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ എന്താണ് സിബിന് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? സിബിനെ അവിടെ നിന്ന് പുറത്താക്കണമെന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് നാളിതുവരെയും ഒരു സൈക്കാട്രിക് മെഡിസിൻ പോലും കഴിക്കാത്തൊരു ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമം. അവന് ട്രോമ ഉണ്ടായിട്ടുണ്ട്. അവനൊരു പ്രണയം ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ, അത് സ്വാഭാവികമല്ലേ? എത്രയോ ചെറുപ്പക്കാർക്ക് പ്രണയ നഷ്ടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നാളെ ഒരാളത്ത് പറയുമ്പോഴത്തേക്ക് എനിക്കൊന്നും സഹിക്കാൻ പറ്റിയില്ല, എനിക്ക് കുറെ കാലം കിടന്ന് ഉറങ്ങാൻ പറ്റിയില്ല, ഇതൊക്കെ വളരെ കാഷ്വലി നമ്മളെല്ലാവരും നമുക്കൊരു വിഷമം ഉണ്ടാകുന്ന സമയത്ത് പറയുന്നത്. നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ അതേ ട്രോമയിലേക്ക് നമ്മൾ കുറച്ച് നാൾ പോകും. അതിന്റെ അർത്ഥം നമ്മൾ സൈക്കാട്രിക് മെഡിസിൻ എടുത്ത് കഴിച്ചിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുക, കുറെ ആൾക്കാർക്കുടെ മുമ്പിൽ നമ്മളെ ഭ്രാന്തനാക്കി കുറെ ആൾക്കാരെ ചിത്രീകരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ സിബിന്റെ കേസിൽ സംഭവിച്ചത് അവന് കുറെ വിഷമങ്ങൾ വന്നു. അവൻ വിഷമങ്ങൾ വന്ന സമയത്ത് അവൻ ഹൗസിൽ ഇരുന്നിട്ട് എനിക്ക് ഇറങ്ങി, ഇത് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇത് ഹൗസിനകത്ത് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇറങ്ങിപ്പോണെന്ന്. കാരണം എന്താ? എനിക്ക് മത്സരിക്കാൻ സ്ട്രോങ് ആയിട്ട് മത്സരാർത്ഥികൾ ഇല്ല എന്നുള്ള ഫീല്. ഏതെങ്കിലും ആ മത്സരാർത്ഥികളെ കളിച്ച് തോപ്പിക്കുമ്പോൾ ഞാനതിൽ എക്സൈറ്റ്മെന്റ് കണ്ടെത്തുന്നില്ല. എനിക്ക് ശക്തരായ മത്സരാർത്ഥികളോട് മത്സരിക്കാനായിരുന്നു എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്ടം. അപ്പൊ ഇത് തന്നെ ഞാൻ ബിഗ് ബോസിനടുത്ത് പോയി പറയുന്നുണ്ട്. മറ്റുള്ള ആൾക്കാർക്ക് കിട്ടുന്ന നേട്ടം ഞാനായിട്ട് തള്ളിക്കളയുന്നില്ല ബിഗ് ബോസ്, ഞാൻ ഇറങ്ങി പൊക്കോളാം. അവർക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ്. ഞാൻ പുറത്ത് എന്റെ കാര്യങ്ങൾ ഞാൻ പോയി ചെയ്യാം. ഇതാണ് ഞാൻ കൺഫെഷൻ റൂമിൽ പോയി ഞാൻ കരഞ്ഞിട്ട് ഞാൻ കൺഫെഷൻ റൂമിൽ പോയി സംസാരിക്കുന്നത് ഇതാണ്. എന്റെ കാര്യമല്ല അവിടെ ഞാൻ പറഞ്ഞത്. മറ്റു മത്സരാർത്ഥികൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടായിക്കോട്ടെ, ഞാൻ പുറത്ത് അച്ചീവ് ചെയ്തോളാം, ഇതാണ് ഞാൻ പോയി പറഞ്ഞത്. ഇതെല്ലാവർക്കും വരും. പിന്നെ ഈ സിബിൻ കാണിച്ചു എന്ന് പറഞ്ഞ സിമ്പിൾ കഴിഞ്ഞ സീസണിൽ അത് റിപ്പീറ്റായിട്ട് കാണിച്ച ഒരാൾ റിനോഷ് ആയിരുന്നു. എന്റെ മുഖത്ത് നോക്കി ശോഭ അത് കാണിച്ചിട്ടുണ്ട്. ഞങ്ങളാരും ഇതൊന്നും ഇത്ര വലിയ കാര്യമായിട്ട് കൊണ്ടു നടക്കുകയോ അതിനെതിരെ ബിഗ് ബോസിന്റെ ഭാഗത്ത് നടപടി ഉണ്ടാകുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതെന്തോ ഭയങ്കര, അതായത് ബിഗ് ബോസിൽ ഒരു കാലത്തും ചെയ്യരുതാൻ പറ്റാത്ത ഒരു ആംഗ്യം കാണിച്ചു. അത് ലാലേട്ടൻ ചോദിക്കും, എന്ത് മണ്ണാങ്കട്ടയ്ക്കാണ് ചോദിക്കുന്നത്? അതെന്തിനു ചോദിക്കേണ്ട കാര്യം? ബിഗ് ബോസിനകത്ത് വരുന്ന ഒരാൾ അതാണ് പറച്ചിൽ കേട്ടാ വിചാരിക്കും ബിഗ് ബോസ് സീസൺ 6 അത്രയേറെ കുടുംബ പ്രേക്ഷകർക്കിടയിലും കാണിച്ചുകൊണ്ടിരിക്കുന്ന മാന്യതയും മര്യാദയും കണ്ടിട്ട് ജനതയ്ക്ക് ഈ ഒരു കൊച്ചു തെറ്റ് കണ്ടപ്പോഴത്തേക്ക് ജനതയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. സിബിന് എന്ത് തെമ്മാടിത്തരമാണ് ഈ കാണിച്ചത് എന്ന് തോന്നിയത് കൊണ്ടാണോ ലാലേട്ടനെ കൊണ്ട് ചോദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ബിഗ് ബോസ് ആ സമയത്ത് ഇടപെടുന്നത്? അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ കാണിച്ചിട്ടുണ്ടല്ലോ, ആ സമയത്ത് ആരും ഇടപെട്ടിട്ടില്ലല്ലോ. പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്, സീസണിൽ അവർക്ക് വേണ്ടപ്പെട്ട